ഹലോ, ഞാൻ സെല്ലുപോനാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഊട്ടിയിലെ ടീ ഫാക്ടറിയും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഫാക്ടറിന്റെ ഫ്രണ്ടിലാണ്. നമ്മുടെ സെയിൻ ഉസ്താദാണ് നമുക്ക് എല്ലാവിധ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെയിൻ ഉസ്താദിനെ മുമ്പ് നമ്മൾ മറ്റു വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മദർസേത് കുട്ടികളും പിന്നെ നമ്മുടെ യൂസുഫ് ഉസ്താദ് മറ്റു കുട്ടികളൊക്കെ ഉണ്ട് അവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതിനുപരി പുറത്തുനിന്ന് വേറെ കുട്ടികളും വന്നിട്ടുണ്ട്, പല ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീ ഫാക്ടറിയിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടാഗ് ആവശ്യമുണ്ട്. അതേപോലത്തെ ഒരു ടാഗ് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതിന്റെ കൈമ്പിൽ വെച്ചാറേ. അപ്പൊ ഈ ടാഗ് ഇതിന്റെ ഈ സൈഡിൽ നിന്ന് മേടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കയറി അവിടെ കുട്ടികൾ ഇങ്ങനെ പോകണല്ലോ. അങ്ങനെ പോലെ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ ഫസ്റ്റ് ടൈം രാവിലെ വന്നതിന്റെ ആ സമയത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗത്ത് ആ ബസ് നിൽക്കുന്നതിന്റെ അവിടെ ആയിട്ട് ഒരു മക്കാം ഉണ്ടായിരുന്നു. അവിടെ സിയാറത്ത് ചെയ്തിട്ട് അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും സമയം. എപ്പോഴും തണുപ്പിന് കുറച്ച് കുറവുണ്ടാവുള്ളൂ, വെയിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ഉള്ളിലത്തെ ആ ടീ ഫാക്ടറിന്റെ ഉള്ളിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതാണ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി അതുപോലെ തന്നെ ടീ ഫാക്ടറി രണ്ടും അടുത്തടുത്ത് തന്നെ ഉണ്ടാ. എന്നിട്ട് അവിടെ അതാ വരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ കയറിയിട്ട് എന്ത് ചെയ്യണം, അതിന്റെ മേലെ കൂടെ കയറിയിട്ട് അപ്പുറത്ത് കിടക്കണം. അപ്പോഴേ എന്തെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ ഫ്രണ്ട് വീഡിയോയിൽ ഞാൻ വന്ന കാരണം അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ മക്കാമിന്റെ അങ്ങോട്ട് ഈ ബസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് മക്കാമിന്റെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നതിനുള്ളൂ. പിന്നെ ഇവിടെ നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അത് അത്യാവശ്യം ഉയരം കൂടിയ പ്രദേശത്താണ് നമ്മൾ ഈ മക്കാമും അതുപോലെ തന്നെ ഈ ടീ ഫാക്ടറിയും നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒക്കെ ഉണ്ട്. അതിൽ എന്തൊക്കെയാ ഉള്ളതെന്നുള്ളത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളത്. അവിടെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതില് കേബിൾ കാറോ അങ്ങനത്തെ എന്തൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ മേലെ കൂടെ ഉണ്ട് കുട്ടികൾ കയറുന്നത്. ഈ ഭാഗത്തോട് കയറിയാൽ നമ്മൾ നേരെ എന്ത് ചെയ്യണോ, ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന കേട്ടോ. അപ്പോൾ അതിന്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഇതിന്റെ മേലേക്ക് കയറുന്ന കാഴ്ചകളും അതിന്റെ ഉള്ളിലത്തെ കുറച്ച് വീഡിയോ ഓവറായിട്ട് ലെങ്ത് നമ്മൾ കൂട്ടുന്നില്ല, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിതാ കുട്ടികൾ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഇതിൽ പെട്ടല്ല, അതൊക്കെ വേറെ കോളേജിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി ഇതിന്റെ മുകളിലോട്ട് കയറിക്കാണ്. ഇതാണ് ടീ ഫാക്ടറി വരുന്നത്. അവിടെ കണ്ടോ ക്യൂ നിൽക്കുന്നത്. നമ്മളിവിടെ കയറുമ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിലത്തെ ആളുകളാണ്, ഫുള്ളില്ല, കുറച്ച് ബാക്ക് സൈഡിൽ വേറെ ടീമുകളും ഉണ്ട്. ഇവിടെ വരെ എവിടുന്നാ വരുന്നത്, അതുപോലെ തന്നെ മദർസ, സ്കൂള്, കോളേജ്, അതിന്റെ പേര്, പിന്നെ അവിടുത്തെ ഫോൺ നമ്പർ, എത്ര ആൾക്കാരുണ്ട് നോക്കുള്ള എണ്ണി ക്ലിയർ ആയതിന്റെ ശേഷം എന്തേ ഉള്ളൂ ആ എണ്ണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ളിലോട്ട് അങ്ങനെ ഉണ്ട് കയറ്റണത്. ടീ ഫാക്ടറിന്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് ഫാക്ടറി വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ടീ ഫാക്ടറിയിലേക്ക് കയറുന്ന ചെറിയൊരു എൻട്രി ആണ്. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ഇതാണ് നമ്മളെ ടീ ഫാക്ടറിന്റെ ഉള്ളിൽ കണ്ടോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറിയാലേ ആ തേയിലന്റെ ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. ഒരു പച്ച തേയിലല്ലേ, അതിൻ്റെതായ കുറച്ച് ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഇതില് ഇവിടെ കയറിയാല് നമുക്ക് ഓരോ ആളുകളെ പറ്റിയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെ എഴുതിയിരിക്കണത് എന്നുള്ളത് നമ്മൾ ഫുള്ളായിട്ടാണ്ട് വായിക്കുന്നില്ല, കാരണം ഓരോന്ന് വായിച്ചാൽ അതിൻ്റെതായ ടൈം പോകും. അപ്പോ ഇത് തേയിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഫാക്ടറി ഉണ്ടാക്കിയതും അതിന്റെ നേതൃത്വം നൽകിയ ആളുകളൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ വരുന്നുണ്ടായിരിക്കുക. ഈ സൈഡൊക്കെ നോക്കിയാൽ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കയറിയാല് ഈ സൈഡിലാണ്ടാ നമ്മുടെ ചായപ്പൊടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കിടക്കുന്നത്. കണ്ടാ ചായപ്പൊടി, അതാ മറ്റേ ഓട്ടോമാറ്റിക് നാളെ ഫാക്ടറി തേയില പറിച്ചിട്ട് ഇവിടെ കൊടുന്ന് അവിടെ ചേച്ചി നിൽക്കണണ്ട. അപ്പൊ ഇവിടെ ഒക്കെ ഇനി ഇതിൽ നിന്ന് ചൂടാക്കിയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടാണ് പ്രത്യേകമായിട്ട് ചായപ്പൊടിയായ ഒരു ലെവലിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തേയില തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ കാപ്പി തോട്ടത്തിൽ നിന്ന് ചെടികൾ ഇതേപോലത്തെ പറിച്ചു കൊടുന്ന് ഇലകൾ പറിച്ചു കൊടുന്നിട്ട് ഇങ്ങനെ മിഷീനിലൂടെ വന്നിട്ട് ഇങ്ങനെ വിതറിയിടും. അടിഭാഗത്ത് ചിലപ്പോൾ ചൂട് കൊടുക്കുന്നുണ്ടായിരിക്കും, അത് പറയാൻ പറ്റില്ല. എങ്ങനെ കുറച്ചും കൂടി നമ്മള് ഇത് ഗ്ലാസിന്റെ ഉള്ളിലിട്ടിട്ടുള്ള ഒരു സംഭവം, ഇത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ വേണ്ട തേയിലകൾ ഇതിന്റെ അടിയിൽ ചൂട് കൊടുക്കുന്നുണ്ടാവില്ല, ചൂട് കൊടുക്കും. അപ്പൊ ഇത് നമ്മള് തേയില എന്ത് ചെയ്യും, അല്ലെങ്കിൽ കാപ്പിന്റെ ഈ ഇലകൾ എന്ത് ചെയ്യും, നേരെ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ മിഷീനിലൂടെ വന്നിട്ട് അവിടെ നിങ്ങൾ കണ്ട അതിലിട്ടിട്ട് ഓട്ടോമാറ്റിക്കലി, അതായത് അടിയിലപ്പോ കത്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അപ്പോ അത് ഇട്ടിട്ട് തന്നെ അതന്നെ ആ ഒരു മിഷീനിലിട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഓട്ടോമാറ്റിക്കലി. നമ്മൾ ആ തേടി കൂടെ നമ്മൾ അടിയിൽ ഇറങ്ങും. ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അടിയിലാണ് വരുന്നത്. കാഴ്ചകൾ കണ്ട് നമ്മള് അടിയിലേക്ക് മാറണ്ട. ആ മിഷീനിലൂടെ കണ്ടു ഇങ്ങോട്ടാണ് കയറി വരുന്നത്. അപ്പൊ അതാ ഇവിടെ മിഷീനിലിട്ട് ആ ചെടികള് ഇങ്ങനെ മിഷീനിലിട്ട് ഈ ലെവലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിലിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട്
വീണ്ടും അതുണ്ട് ആ ഒരു സെറ്റപ്പ് ലെവലിലാണ് മാറ്റിയിട്ട് അതിങ്ങനെ പല പ്രൊസീജിയർ വഴിയായിട്ടാണ് നമ്മൾക്ക് ഒരു പാക്കറ്റ് ലെവലിൽ നമ്മൾക്ക് ചായൻ്റെ ഒരു ചായപ്പൊടി ആയിട്ട് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതാണ്ട ഇങ്ങനെ പോയിട്ട് ഏകദേശം ആ പച്ചില ഏകദേശം ഈ ലെവലിലായിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഇതിലോട്ടാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ബാക്കി പ്രൊസീജിയർ ഇതിലോട്ട് കയറിയിട്ടാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ കയറിയിട്ട് ഇതിൽ മിഷനിലിട്ട് നല്ലോണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ശേഷം ഏകദേശം ഇതിലിട്ടിട്ട് ചൂടാക്കിയ ലെവലിലൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം പല പ്രൊസീജിയർ വഴിയാണ് നമ്മളിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇവിടെ ഒക്കെ ഓരോ മിഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ചായ കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവർ നമുക്ക് ചായ നല്ല മായം ചേർക്കാത്ത, ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പറയാൻ കഴിയില്ല. അപ്പോൾ അത് ചെയ്തിട്ട് നല്ല മനോഹരമായ ചായ നമുക്ക് എന്തെങ്കിലും പറ്റും ഇവിടുന്ന് കുടിക്കാൻ പറ്റും. ഒരുപാട് ആളുകൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്തു നിന്നൊക്കെ ആയിട്ട്. അടിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നാണ് ചായ കിട്ടുന്നത്. അവിടെ ഗ്ലാസ്സിൽ ചായ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോ ഗ്ലാസ് ചായ സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കും. അത് കുടിച്ചിട്ട് അഭിപ്രായം പറയാം. നമ്മൾ ഈ സൈഡിൽ കൂടെ ആയിരുന്നു വന്നത്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ ബാക്ക് സൈഡിൽ കൂടെ വന്ന് അടിയിലേക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോഴാണ് നമുക്കിത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് ചായ, ഒരു ഗ്ലാസ് ചായ ഇവിടുന്ന് എന്ത് ചെയ്യും എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ചായ എന്ത് ചെയ്യാണ് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് ഒരു ഗ്ലാസ് ചായ കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുടിച്ചതിൻ്റെ ശേഷം ബാക്കി അഭിപ്രായങ്ങൾ പറഞ്ഞാൽ അങ്ങനെ. അങ്ങനെ ഫ്രണ്ട്സ് നമുക്ക് ചായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കിട്ടുന്ന ചായ ഉണ്ടോ? അതിനായിട്ട് ചായ നല്ല രസത്തിൻ്റെ ചായ. അപ്പോൾ നമ്മളെ ഒരു വ്ളോഗർ ഇവിടെ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ചായ എന്ന് വെച്ചാൽ നല്ല മധുരം, അതുപോലെ തന്നെ മായം ചേർക്കാത്ത ലെവലുള്ള ചായപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള നല്ല കിടിലൻ ചായ ഉണ്ടാകും. കുറച്ച് കിട്ടിയിട്ടുള്ളൂ, കുറച്ചുകൂടി തോനെ കുടിക്കാൻ തോന്നുന്നുണ്ട്. ചോദിച്ചു നോക്കട്ടെ ഇത് കഴിഞ്ഞ് കിട്ടുമെന്നുള്ളത്. നമ്മൾ ചായയൊക്കെ കുടിച്ച് നല്ല രസമുള്ള ചായ. എങ്ങനെയുണ്ടായിരുന്നു ചായ? അടിപൊളി ചായ ഉണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു ചായ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ചായപ്പൊടി പാക്കറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ കണ്ടുപോകണം. നമ്മൾ ബാക്ക് സൈഡിലുണ്ട്. അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണിച്ചാൽ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മളെ കുടിച്ച ചായപ്പൊടി അത് നമുക്ക് അവിടെ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ തരുന്നതാണ്. അതിന് ശേഷം ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് സെയിൽ ചെയ്യുന്ന സ്ഥലമുണ്ട്. 1 കിലോ, 1/2 കിലോ, 1/4 കിലോ അങ്ങനെ ലെവലുണ്ട്. ഞാനൊരിക്കൽ നമ്മുടെ വയനാട് പോയപ്പോൾ ഇതേപോലെ ചായപ്പൊടി കുറേ കൊടുത്തിരുന്നു. അപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകമായിട്ട് ചായപ്പൊടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, വേറെ എന്തെങ്കിലും വെറൈറ്റി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പലതരം ചായപ്പൊടിയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഐറ്റംസുകളൊക്കെ ഉള്ളതാണ്. ലെമൺ ടീ, അതുപോലെ തന്നെ ഓരോന്ന് അതിൻ്റെ ഒപ്പം തന്നെ വേറെ ചേരുവകൾ ചേർത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് മേടിക്കാം. ഈ സൈഡിൽ ചായപ്പൊടിൻ്റെ ഐറ്റംസും പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഓരോ ഓയിലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഹെർബൽ ഓയിൽ അങ്ങനത്തെ വലിയൊരു ശേഖരം. ഇവർക്ക് പലതരത്തിലുള്ള ഓയിലുകളുണ്ട്. ഹെർബലിന്റെ പല മരങ്ങൾ നമ്മൾ നേരത്തെ സഹായ അഹമ്മദ് സെയ്ദ് ഹസൻ ഷാ ഖാദിരി മക്കാമിൽ നമ്മൾ സന്ദർശിക്കുന്ന സമയത്ത് പോകുന്ന വഴിയിൽ ഒരുപാട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ യൂക്കാലിപ്സിന്റെ മരങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് അവരെടുത്തിട്ട് ഉണ്ടാക്കുന്ന യൂക്കാലിപ്സിന്റെ ഓയിലാണ് ആ ചായപ്പൊടിയുമായി ബന്ധപ്പെട്ടുള്ള ഫാക്ടറി കഴിഞ്ഞ് ഇനി അടുത്ത പോണത് ചോക്ലേറ്റിന്റെ ഫാക്ടറിക്കാണ് കയറി പോണത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മേടിക്കുന്ന സമയത്ത് ഈ ചായപ്പൊടി കാര്യങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ കയ്യിൽ ഞാൻ ഫ്രണ്ടിലൊരു ടാഗ് കാണിച്ചു തന്നില്ലേ, ഇത് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് അങ്ങനെ ഇപ്പുറം സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം പേയ്മെന്റ് കൊടുത്താൽ അവർ അവിടെ നിന്ന് തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവർ ടാഗ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചോക്ലേറ്റിന്റെ ഫാക്ടറിക്ക് പോകണം. ഇനി ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമല്ലോ, ചോക്ലേറ്റിന്റെ വിവിധ തരത്തിലുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. നമ്മൾ ചോക്ലേറ്റിന്റെ ഫാക്ടറിന്റെ ഉള്ളിലോട്ട് കയറാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ ചോക്ലേറ്റിന്റെ നല്ല മനോഹരമായ രീതിയിലുള്ള ചെറിയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ പിന്നെ അതുപോലെ തന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചോക്ലേറ്റ് തരുന്നുണ്ട് കേട്ടോ. വിവിധ തരത്തിലുള്ള 2 ഫ്ലേവറിലുള്ള 3 ഫ്ലേവറിലുള്ള ഇത് തരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കഴിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് മേടിക്കാം. ഈ ഭാഗത്തൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ ഉണ്ടോ ചോക്ലേറ്റിന്റെ പല പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡ് കണ്ടില്ല. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വിവിധ തരം ഫ്ലേവറുകളാണ് ഉണ്ടാവും. അതിൽ മിൽക്കുമായി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിൻ്റെ പേര് അതുപോലെ തന്നെ ക്യാഷ് കാര്യങ്ങളൊക്കെ ഇതിൽ എത്ര എന്നുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ വ്യത്യസ്തമായ പലതരത്തിലുള്ള പല നിറത്തിലുള്ള പല ടേസ്റ്റുകളുള്ള ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ പല തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോക്സ് ആയിട്ട് കിട്ടും, മറ്റേ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് അങ്ങനെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മേടിച്ചിട്ടില്ല, നമ്മുടെ ടേസ്റ്റ് ഉണ്ട്. ചോക്ലേറ്റ് ഫാക്ടറിയിലെ ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മേടിക്കേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് നല്ല മനോഹരമായ നല്ല മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മേടിക്കേണ്ട ആളുകൾക്ക് മേടിക്കാം. അല്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അന്നത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ അടിയിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട. ഇവിടെയൊക്കെ പ്രൊസീജിയർ, അതിൻ്റെ ചോക്ലേറ്റിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. പിന്നെ അടിയിലോട്ട് ഇറങ്ങിയാൽ നമുക്ക്
വ്യത്യസ്തമായ വസ്ത്രങ്ങളുടെ ഒരു ചെറിയൊരു ഇവിടെ കാണട്ടോ ഒരു ഏരിയയിലേക്കാണ് കയറി വരുന്നത്. ഇവിടുന്ന് തണുപ്പിനെ പറ്റിയ നല്ല കോട്ടുകൾ അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ പ്രത്യേകമായ സെക്ഷനായിട്ട് മാറ്റി നിർത്തിക്കണം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യ ലെവലിൽ മേടിക്കാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ലെവലിൽ തന്നെ ഈ ഭാഗത്ത് നമ്മളെ ബാഗുകൾ അതുപോലെ തന്നെ കോട്ട് ചെറിയ ചെറിയ തണുപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറേ മിഠായികൾ പലഹാരങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ സൈഡിലുണ്ട്. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് മേടിക്കാം. മനോഹരമായ ചോക്ലേറ്റ് ഫാക്ടറി അതുപോലെ തന്നെ ടീ ഫാക്ടറിന്റെ വ്യത്യസ്തമായ പ്രൊസീജിയർ അതുപോലെ തന്നെ അവിടെ സെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ തൽക്കാലത്തേക്ക് ബൈ.